ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഹംലൂസ് കിച്ചൺ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം സവാള ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവണ്ട, ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റാം. ഇതിനി തണുത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി അതേ എണ്ണയിൽ തന്നെ ഒരു 2-3 ഏലക്കയും ഒരു ചെറിയ പീസ് പട്ടയും 2 ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും പച്ചമുളകുമാണ് ചേർക്കുന്നത്. 2 സവാളയും ഒരു 3-4 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരുപാട് മുളക് പൊടി ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ടേസ്റ്റാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു തക്കാളി നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടും. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ഇനി ഗരം മസാല ഒരു 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1 കിലോയിൽ കൂടുതൽ 1.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഒന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഇത് ഒരു 10-12 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. മിക്സിയുടെ ജാറിലേക്ക് ഇനിയുള്ള അരപ്പൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2 കൈപ്പിടി നിറയും തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം തേങ്ങ ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് ഒരു 10-15 കാഷ്യൂനട്ട് ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ സവാള കൂടി ചേർക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ചിക്കൻ ഒരുവിധമൊക്കെ വെന്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഓരോ ചിക്കൻ്റെയും വേവ് അനുസരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ കുക്കറിലായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ പെട്ടെന്ന് വേവുന്ന ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വേവിക്കുന്നത്. ഞാനിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് പോകും. അപ്പോൾ ഒരുപാട് അങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായിട്ട് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 3-4 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കുറുമ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കുറുമയാണ്. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒരുപാട് പേരുണ്ടെന്നറിയാം. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.